ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ തന്നെയാണ്. ഈ ലോൺ ആപ്പുകൾക്ക് ഒരുപാട് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. അതായത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി നേരിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസി മുഖേനയോ ആണ് നമ്മുടെ മൊബൈലിൽ ആപ്പുകളായി പ്രവർത്തിക്കുന്നത്. ആപ്പ് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ തന്നെ അവർ നമ്മുടെ അടുത്ത് നിന്ന് കുറേ പെർമിഷൻസ് നമ്മൾ അലോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട്. ഇതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും അവർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നിയമസഹായം ലഭിക്കും. മൈഫിൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ലോ പോയിന്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഒത്തിരി കേൾക്കുന്ന വാർത്തയാണ് ലോൺ ആപ്പിൽ നിന്നും ലോൺ എടുക്കുകയും അതിനെ തുടർന്ന് ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുകയും ഭീഷണിക്കിരയാവുകയും പിന്നീട് നിവർത്തികെട്ട് ആത്മഹത്യയുടെ വക്കിലെത്തുകയും എന്നിങ്ങനെയൊക്കെ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? എന്താണ് ഈ ലോൺ ആപ്പ്? ഇതൊരു ട്രാപ്പാണ്. ലോ പോയിന്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതും ഇതിനെക്കുറിച്ചാണ്. നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് ഹൈക്കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് അബ്രാമാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഇപ്പം ഈ ലോൺ ആപ്പ് എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായി മാറുകയാണ്. നമുക്കൊരു സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ എല്ലാവരും ഇപ്പോൾ ഇതിനെയാണ് ആശ്രയിക്കുന്നത്. ഇതിലൂടെ ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുകയും അവസാനം ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തുന്ന ആളുകളുടെ എണ്ണം ഇപ്പോൾ കൂടി വരികയാണ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? അതായത് നമ്മുടെ കോവിഡാനന്തര കാലഘട്ടം മുതൽ നമ്മുടെ ഒരു സാമ്പത്തിക കൈമാറ്റ രീതി വളരെയധികം വിപ്ലവകരമായ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പണ്ട് ഒരു കോവിഡ് ഒരു 2010 കാലഘട്ടത്തിന് മുമ്പ് വരെ നമ്മുടെ സാമ്പത്തിക രംഗം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള പാണ്ടികളും വെള്ളിയാഴ്ച പാണ്ടികളും ഞായറാഴ്ച പാണ്ടികളൊക്കെ നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്നും മാറി നമ്മളൊരു ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറി. അതോടൊപ്പം തന്നെ വളരെ എളുപ്പത്തിലും വളരെ സുഗമമായി നമുക്ക് ഈ സാമ്പത്തിക കൈമാറ്റം നടത്തുവാനും നമ്മളുടെ കൈകളിലേക്ക് വളരെ എളുപ്പത്തിൽ പണം എത്തിക്കുവാനും ഇതുപോലുള്ള ആപ്പുകൾ സഹായകമായി. നമ്മൾ പഴയ പോലുള്ള പണ്ട് നമ്മൾ ലോണുകൾക്ക് വേണ്ടി ക്യൂ നിൽക്കുകയും ഒരുപാട് പ്രൊസീജിയറും ചെയ്തുകൊണ്ടിരുന്ന പോലുള്ള കാര്യങ്ങളൊന്നും ഇന്നില്ല. നമുക്കിന്ന് 1-2 ക്ലിക്കുകൾക്കുള്ളിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടുകളിൽ പണം എത്തുകയാണ്. ആ ഒരു യുഗത്തിൽ നമ്മൾ കുറച്ച് മതിഭ്രമം സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു നാണയത്തിൻ്റെ എതിർവശം പോലെ തന്നെ ഇതിലൂടെയുള്ള തട്ടിപ്പുകളും ചൂഷണങ്ങളും വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ലോൺ ആപ്പുകൾക്ക് ഒരുപാട് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. ഇത് ഉപയോഗിക്കുന്നവരുടെ കൈകളിലാണ് ഇതിൻ്റെ ദോഷഫലങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതുകൊണ്ട് ആത്മഹത്യകൾ ചെയ്യേണ്ടി വന്ന ആൾക്കാരുണ്ട്. ഇതുകൊണ്ട് ഒരുപാട് സമൂഹത്തിൽ നാണക്കേട് അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതുമൂലം ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എങ്ങനെയാണിത് നമ്മളെ ദോഷമായി ബാധിക്കുക എന്ന് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. അതിനു മുമ്പ് തന്നെ ഈ ലോൺ ആപ്പ് എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നത്, എന്തൊക്കെ നിയമങ്ങളാണ് ഇവർ അനുശാസിക്കേണ്ടത് എന്ന് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. ഒരു ലോൺ ആപ്പ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു NBFC അതായത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി നേരിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസി മുഖേനയോ ആണ് നമ്മുടെ മൊബൈലിൽ ആപ്പുകളായി പ്രവർത്തിക്കുന്നത്. ഒരു NBFC രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഒരു സെക്ഷൻ 3 കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനി RBI ആക്ടിൻ്റെ സെക്ഷൻ 45 പ്രകാരം സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു NBFC ആയി നമുക്കിടയിൽ പ്രവർത്തിക്കാം. അവർക്ക് ഡെപ്പോസിറ്റുകൾ കൊടുക്കാം, പലിശ സഹിതം അവ തിരിച്ചു പിടിക്കാം. അങ്ങനെയുള്ള പണമിടപാടുകളാണ് NBFC ചെയ്യുന്നത്. ഇന്നതിൻ്റെ ഒരു പുതിയ രൂപമാണ് ഇതുപോലുള്ള ലോൺ ആപ്പുകളായി നമ്മുടെ മുമ്പിലെത്തുന്നത്. NBFCയുടെ ചരിത്രം പറയുകയാണെങ്കിൽ 1960 ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഒരു NBFC രജിസ്റ്റർ ചെയ്യുന്നത്. അതിനുശേഷം ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ ഈ NBFCകൾക്ക് ഒരുപാട് പ്രചാരം സംഭവിച്ചു. 1981 അദ്ദേഹം RBI ഗവർണർ ആയിരിക്കുന്ന സമയത്ത് ഒരു പ്രൊഫസർ രാമമൂർത്തി കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം NBFCകൾക്ക് ഇവിടെ ഒരുപാട് മണി ഫ്ലോ നടത്താൻ പറ്റും, നമ്മുടെ സാമ്പത്തിക രംഗം ഒരുപാട് മെച്ചപ്പെടുത്താൻ പറ്റും എന്നെല്ലാം കണ്ടെത്തിക്കൊണ്ട് NBFCകളുടെ പ്രചാരം വളരെയധികം കൂട്ടി. അതിന് 1981 വെറും 7000 NBFCകൾ ഉണ്ടായിരുന്ന ഇന്ത്യയിൽ 1991 ആയപ്പോഴത്തേക്കും 30,000-ലധികം NBFCകളായി വർദ്ധിച്ചു. അതിന്ന് അതിൻ്റെ 10 മടങ്ങായിട്ട് വർദ്ധിച്ചു. നമ്മുടെ ഇടയിലെല്ലാം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട്. അത് ആ ഒരു കാലഘട്ടത്തിൽ ഒരു സാധാരണക്കാരുടെ ഇടയിലേക്ക് ഈ പറഞ്ഞ NBFCകളൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഒരു പരിധിക്ക് മേളിൽ നിൽക്കുന്ന ആളുകളുടെ ഇടയിലായിരുന്നു ഇതുപോലുള്ള ഇടപാടുകൾ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കോവിഡ് കഴിഞ്ഞ സമയത്ത് നമ്മളെല്ലാവരും സ്മാർട്ട് ഫോണുകൾ കൂടുതലായി ഉപയോഗിക്കാൻ തുടങ്ങി. നമ്മളെല്ലാ കാര്യത്തിനും സ്മാർട്ട് ഫോണുകൾ ആശ്രയിക്കാൻ തുടങ്ങി.
അതുപോലെ തന്നെ ഈ സാമ്പത്തിക കൈമാറ്റ രംഗത്ത് ഒരു ഡിജിറ്റൽ യുഗം വന്നു. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പണ്ട് പൈസ കൈമാറ്റം ചെയ്യുന്നത് ഒരു പണം, ഒരു നോട്ട് കൈമാറിക്കൊണ്ടാണ്. അന്ന് നമ്മൾ അതിനെ വളരെയധികം ശ്രദ്ധയോടെയാണ് കൈകാര്യം ചെയ്തത്. ഇന്ന് നമുക്കതില്ല. നമ്മുടെ മുമ്പിൽ കുറേ അക്കങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ അക്കങ്ങൾ പോകുന്നതും വരുന്നതും നമ്മൾ വളരെ ലാഘവത്തോടു കൂടിയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളൊരു പൈസ കൈമാറ്റം ചെയ്യുന്നതിനെ പറ്റിയുള്ള ഒരു പേടി നമുക്കുണ്ടായിരുന്നില്ല. പണ്ട് നമ്മളൊരു 10 രൂപയുടെ നോട്ട് ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് ആലോചിച്ചും അത് ഉണ്ടാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും നമ്മൾ വളരെ ആലോചിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമുക്ക് കുറേ അക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്നത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യങ്ങളും മാറി. പണ്ട് ഇതുപോലെ ഒരു വർഷത്തിലൊരിക്കൽ 1-2 പ്രാവശ്യം ഡ്രസ്സ് എടുക്കുന്ന ഒരു സ്വഭാവത്തിൽ നിന്നും ഇന്ന് നമ്മൾ ഓരോ പരിപാടിക്കും പുതിയ ഡ്രസ്സ്, ഓരോ പരിപാടിക്കും പുതിയ ഷൂസ്, അങ്ങനെയുള്ള നമ്മളുടെ ആവശ്യങ്ങളും വളരെയധികം മാറി. അതിൽ ഇതുപോലുള്ള സാധാരണക്കാർ അവരുടെ ഇൻകത്തിനും അപ്പുറം അവരുടെ എക്സ്പെൻസ് പോകുമ്പോഴാണ് ഇതുപോലുള്ള ലോൺ ആപ്പുകളെല്ലാം ആശ്രയിക്കേണ്ടി വരുന്നത്. അങ്ങനെ ലോൺ ആപ്പുകളെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ അതിനെ ചൂഷണം ചെയ്യാനും ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. ഈ NBFCകളും ബാങ്കും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം, NBFC പ്രവർത്തിക്കുന്നത് കമ്പനീസ് ആക്ട് പ്രകാരമാണ്. കമ്പനീസ് ആക്ടിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയാണ് NBFC പ്രവർത്തിക്കുന്നത്. മറിച്ച് ഒരു ബാങ്ക് ആണെങ്കിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടാണ് ഒരു ബാങ്ക് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിന് ഒരു ബാങ്കിന് RBIയുമായിട്ട് നേരിട്ട് ഇടപാട്, RBIയുടെ ഗൈഡ് ലൈൻസിന് നേരിട്ട് ബാധ്യസ്ഥരാണ്. RBI പറയുന്നതനുസരിച്ചും ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് ഇവർക്ക് ബാങ്കിങ് ഇടപാടുകൾ നടത്താൻ പറ്റുള്ളൂ. പക്ഷേ ഒരു NBFCയെ സംബന്ധിച്ച് കുറച്ചും കൂടി സ്വതന്ത്രമാണ്. അവർക്ക് അവരുടേതായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് രൂപപ്പെടുത്താൻ പറ്റും. അവരുടേതായ രീതിയിൽ ഇൻട്രസ്റ്റ് കളക്ട് ചെയ്യാൻ പറ്റും. ഈ റിക്കവറി നടപടികളാണെങ്കിലും അവരുടേതായ രീതിയിൽ നടത്താൻ പറ്റും. ഒരു ബാങ്കിനാണെങ്കിൽ നമുക്കൊരു ലോൺ കൊടുക്കുന്നതിനൊരു പ്രത്യേക ചട്ടക്കൂടുണ്ട്. നമ്മളിപ്പോൾ ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണെങ്കിലോ യൂണിയൻ ബാങ്കിലാണെങ്കിലോ മറ്റു പ്രൈവറ്റ് ബാങ്കുകളിലാണെങ്കിലോ ചെന്നാൽ നമുക്കൊരു ലോൺ വേണം, ഒരു ഹോം ലോൺ വേണം, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ലോൺ വേണമെങ്കിൽ അതിന് കൃത്യമായ ചട്ടക്കൂടുകൾ എല്ലാവർക്കും ഒരു യൂണിഫോം രീതിയിലുണ്ട്. നമ്മൾ അതിനു വേണ്ടി കുറേയധികം കഷ്ടപ്പാടുകളുണ്ട്, കുറേയധികം രേഖകൾ കൈമാറേണ്ടതുണ്ട്. അവരുടെ കുറേയധികം പ്രൊസീജിയറിലൂടെ കടന്നു വന്നിട്ടാണ് നമുക്കൊരു ലോൺ കിട്ടുന്നത്. പക്ഷേ ഒരു NBFCയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് സെറ്റ് ചെയ്യാം. ഇപ്പോൾ എനിക്കൊരു NBFC ഉണ്ടെങ്കിൽ എനിക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. ഇന്ന രേഖകൾ, അതായത് നമ്മളിപ്പോൾ സിബിൽ സ്കോർ വെച്ചിട്ടാണ് എല്ലാവർക്കും ലോൺ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു NBFC ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഒരു സിബിൽ സ്കോർ 750 മേളിൽ സ്കോറുള്ള ഒരാൾക്ക് വേറെ അധികം, അതായത് സാലറി സർട്ടിഫിക്കറ്റോ വേറെ ജാമ്യമോ വേറെ ഈടോ ഒന്നുമില്ലാതെ തന്നെ ഇത്രയധികം രൂപ കൈമാറ്റം ചെയ്യാം. അത് NBFC അവരുടെ സ്വന്തം റിസ്കിലാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ലോൺ അടവ് മുടങ്ങിക്കഴിഞ്ഞാൽ ഈ പൈസ തിരിച്ചു പിടിക്കുക എന്നുള്ളത് നിയമപരമായി പോകുമ്പോഴത്തേക്ക് സമയമെടുക്കും. ഒരു ചെക്ക് എങ്ങനെയാണോ മുടങ്ങുന്നത് അതേ ലയബിലിറ്റിയാണ് നമ്മൾ ഇതുപോലുള്ള ആപ്പുകളിൽ നിന്നും ലോൺ എടുത്ത് മുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ലയബിലിറ്റി. പക്ഷേ അവർ ആ രീതിയിലുള്ള ലയബിലിറ്റി അല്ല നോക്കുന്നത്. അവർ നമ്മളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് നമ്മൾ റിക്കവറി നടപടി ചെയ്യുന്നത്. അതാണ് ഇവിടെ പലപ്പോഴും പ്രശ്നങ്ങളായിട്ട് വരുന്നത്. നമ്മൾ ഈ ലോൺ എടുക്കുമ്പോൾ ഇപ്പോൾ 5000 രൂപയ്ക്കാണ് ലോൺ എടുക്കുന്നതെങ്കിൽ പിന്നീട് അടവ് വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഇരട്ടിയായിട്ടാണ് 10 മടങ്ങ് അടയ്ക്കേണ്ടി വരും എന്ന്, അല്ലെങ്കിൽ അതും പറഞ്ഞവർ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നിയമപരമായിട്ട് അതിനെ നേരിടുന്നത്? നിയമത്തിന് നമ്മളെ സഹായിക്കണമെങ്കിൽ നമ്മൾ നിയമപരമായിട്ട് നമ്മൾ അങ്ങോട്ടും ചെയ്യണം. അതായത് നിയമത്തിന് ഫോളോ ചെയ്താൽ മാത്രമേ നിയമം നമ്മളെ സഹായിക്കുള്ളൂ. നമ്മൾ ഒരു NBFCയെ സംബന്ധിച്ചോളം നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഇത്രയാണ്, നിങ്ങൾ EMI മുടങ്ങിക്കഴിഞ്ഞാൽ ഇത്രയാണ് റേറ്റ്, EMI ഇത്ര നാൾക്കുള്ളിൽ മുടങ്ങിയ EMI അടച്ചില്ലെങ്കിൽ ഇത്ര പെനാൽറ്റി ഉണ്ടാവും. അങ്ങനെയെല്ലാം വരുമ്പോഴാണ് ഇതുപോലുള്ള 10 മടങ്ങുകളിലേക്ക് പോകുന്നത്. അതിന് വിരുദ്ധമായി എന്തെങ്കിലും നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചിട്ടാണ് നമ്മളത് ടിക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവെയറായിരിക്കും. ഇതല്ല മറിച്ച് അവർ പറയുന്ന കണ്ടീഷൻസ് വിരുദ്ധമായിട്ട് അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നിയമപരമായിട്ട് എന്തെങ്കിലും സഹായം കിട്ടുള്ളൂ. അവർ പറയുന്ന കണ്ടീഷൻസ് അനുസരിച്ച് നമ്മളത് അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്ന രീതിയിൽ അവർക്ക് റിക്കവറി നടത്താം. അവർ പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ് നമ്മളിൽ നിന്നും അവർക്ക് മേടിക്കാൻ പറ്റും. ഈ അടുത്ത് വന്ന ഒരു സുപ്രീം കോടതി ഡിസിഷൻ പ്രകാരം ഇതുപോലുള്ള ഭീമമായ ഇൻട്രസ്റ്റ് റേറ്റ് മേടിക്കുന്നത് തെറ്റല്ല. അതായത് അവരുടെ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ ഒരിക്കലും അംഗീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ രീതിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് മേടിക്കുന്നത് തെറ്റല്ല എന്നും പറഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു സുപ്രീം കോടതി വിധിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ കാര്യങ്ങളൊന്നും
ഒരിക്കലും ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വിജിലൻ്റ് ആയിരിക്കുക, നമ്മൾ ലോൺ ആപ്പ് എടുക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. എത്രയാണ് ഇതിൽ പെനാൽറ്റി ആയിട്ട് വന്നത്, എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് വന്നത്. ഇപ്പോൾ EMI മുടങ്ങുക എന്നുള്ളതൊന്നും ഒരു പുതുമയുള്ള കാര്യങ്ങളല്ല. അപ്പോൾ നമ്മളത് മുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളതിനെ നേരിടേണ്ടത്, എങ്ങനെ അതിനെ നമുക്ക് എങ്ങനെ അത് ബാധിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായ അവയർനെസ് ഉണ്ടാവുക. മാക്സിമം നമ്മൾ ഏതെങ്കിലും ഇതിനോട് വിരുദ്ധമായിട്ട് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇനി EMI മുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുമായിട്ടൊരു തർക്കത്തിന് നിൽക്കാതെ അവരുമായിട്ടൊരു ഡീലിൽ എത്താൻ ശ്രമിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇത് ചെയ്യേണ്ടത്. ഇപ്പോൾ സാധാരണക്കാരാണ് ഇതിൽ മെയിനായിട്ടും ഇതിൽ ഇരയാവുന്ന ആൾക്കാർ. അപ്പോൾ അവരിരയാവുമ്പോൾ അവർ പെട്ടെന്ന് ചെയ്യുന്നത് ഇവരുടെ കോളുകൾ അവോയ്ഡ് ചെയ്യും, ഇവർ കോൾ എടുക്കില്ല, അല്ലെങ്കിൽ ഇവർ വിളിച്ച് ചീത്ത പറയും, അവരുടെ എക്സിക്യൂട്ടീവ്സ് വരുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തും. അങ്ങനെയുള്ള രീതികളാണ് ഇവർ ഫോളോ ചെയ്യുന്നത്, ഒരു സാധാരണക്കാർ ഫോളോ ചെയ്യുന്നത്. പക്ഷെ അതൊരിക്കലും ശാശ്വതമല്ല. അവരുടെ കയ്യിലാണ് എപ്പോഴും അതിൻ്റെ ഒരു ത്രെഡ് ഉള്ളത്. അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ഒരു അധികാരമുണ്ട്. അവർക്ക് നമ്മൾക്കെതിരെ നിയമ നടപടികൾ എടുക്കാനുള്ള അധികാരമുണ്ട്, നമ്മുടെ കയ്യിൽ നിന്ന് റിക്കവറി നടത്താനുള്ള അധികാരമുണ്ട്. എന്തായാലും നമ്മൾ അവർക്ക് കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അധികാരം വെച്ച് അവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ മുന്നേ പറഞ്ഞ പോലെ ചിലരെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ ഈ ഡിജിറ്റൽ ലോണിനെ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലോൺ ആപ്പ് ഒരു രീതിയിൽ ദോഷമാണെങ്കിലും ചില ജെന്യുവിൻ ആയിട്ടുള്ള ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള ലോൺ ആപ്പുകളും ഉണ്ട്. നമ്മളിത് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഈ ലോൺ ആപ്പുകളെ തിരിച്ചറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഗവൺമെൻറ് അംഗീകൃതമായിട്ടൊരു ലോൺ ആപ്പ് എന്നുള്ളതില്ല. ഈ RBIയുടെ അംഗീകാരമാണ് പ്രകാരമുള്ളൊരു NBFCക്ക് അവരുടെ ഏജൻസിക്ക് ഒരു ലോൺ ആപ്പുകൾ ഡിസൈൻ ചെയ്യാം. അപ്പോൾ അതല്ലാതെ നമുക്കിതിൽ തിരിച്ചറിയാനായിട്ട് 1-2 ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ IT പ്രൊഫഷണൽസൊക്കെ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്കിതിൽ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒരു ലോൺ ആപ്പ് എടുക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഗൂഗിൾ പ്ലേയിൽ നിന്നോ അല്ലെങ്കിൽ iOSൽ നിന്നോ തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അതല്ലാതെ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ ഫോൺ എടുത്ത് വെച്ചിട്ട് നമ്മളൊരു ലോണിനെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫോണിൽ ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റുകൾ വരും. അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മളെ ഇതുപോലെ വഴിതെറ്റിക്കാനായിട്ട് ഒരുപാട് ആപ്പുകൾ നമ്മുടെ പുറകെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഗൂഗിളിൽ ഏതെങ്കിലും വെബ്സൈറ്റിൽ കയറുമ്പോൾ ഇതുപോലെ തന്നെ ഏതെങ്കിലും അഡ്വർടൈസ്മെൻറ്റ് കയറുകയും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഉടനടി പൈസ കിട്ടും, ഇൻസ്റ്റൻറ്റ് ലോണാണ്, ഒരു പേപ്പർ വെരിഫിക്കേഷനും വേണ്ട എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ അതിലൊന്നും നമ്മൾ ചെന്ന് പെടാതിരിക്കുക. നമുക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ആലോചിക്കുക. നമുക്ക് വേറൊരു ഓപ്ഷനും ഇല്ലെങ്കിൽ മാത്രം ഇതുപോലുള്ള ആപ്പുകളെ ആശ്രയിക്കുക. അങ്ങനെ ആശ്രയിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ കൃത്യമായി പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, അതിൻ്റെ റിവ്യൂസ് നോക്കുക. അതിൻ്റെ എന്തായാലും കുറച്ച് പേരെങ്കിലും നല്ലതും ചീത്തതുമായിട്ടുള്ള അതിൻ്റെ വരുംവരായികളെക്കുറിച്ച് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് പരിശോധിക്കുക, നമ്മളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. അങ്ങനെയെല്ലാമാണ് ഒരു ആപ്പിനെ തിരിച്ചറിയേണ്ടത്. ഇനി ആപ്പ് ഡൗൺലോഡ് ചെയ്തെന്ന് തന്നെ ഇരിക്കട്ടെ, ഇത് എങ്ങനെയാണ് പ്ലേ സ്റ്റോറിൽ തന്നെ ചിലപ്പോൾ ഫേക്ക് ആയിട്ടുള്ള ആപ്പുകൾ കയറി വന്നിട്ടുണ്ടാവാം. അപ്പോൾ അതിനെ തിരിച്ചറിയാനായിട്ട് അതിൻ്റെ സെറ്റിങ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ അതിൻ്റെ കോണ്ടാക്ട് അസ് എന്നുള്ളൊരു ലിങ്ക് ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലൈസൻസ് എങ്ങനെയാണ്, അതിൻ്റെ ഉടമസ്ഥരാരാണ്, അതിൻ്റെ അഡ്രസ്സ് എന്താണെന്നൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു ആപ്പിലാണ് അങ്ങനെ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ അതിൻ്റെ മേളിൽ അതിൻ്റെ ലീഗൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇതും അവർ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അത് നമുക്ക് ഓപ്പൺ ചെയ്ത് എളുപ്പത്തിൽ വായിച്ച് നോക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഗ്രീവൻസ് റിഡ്രസൽ പോളിസി അവർക്കുണ്ടാവും. നമുക്ക് എന്തെങ്കിലും ഈ ആപ്പിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ്, അതിൻ്റെ കസ്റ്റമർ കെയർ നമ്മൾ എങ്ങനെയാണ് ബന്ധപ്പെടേണ്ടത് എന്ന് നമുക്ക് പരിശോധിക്കാനായിട്ട് പറ്റും ഇതിൻ്റെ സെറ്റിങ്സ് നോക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാം പരിശോധിക്കുമ്പോൾ അതിൻ്റെ ജെന്യുവിനിറ്റിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് ഈ RBIയുടെ ലൈസൻസിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് ബി ഒരു ലോൺ ആപ്പാണ്, ഫേമസ് ആയിട്ടുള്ള ലോൺ ആപ്പാണ്. അപ്പോൾ അത് ഒരു ഡയറക്റ്റ് NBFC അല്ല, ഒരു ക്രേസി ബി എന്ന് പറഞ്ഞൊരു NBFC ആയിട്ട് ലിങ്ക് ചെയ്തിട്ട് അവരുടെ ഏജൻസി ആയിട്ടാണ് ക്രെഡിറ്റ് ബി നമ്മുടെ വർക്ക് ചെയ്യുന്നത്. അത് പക്ഷേ എന്നാൽ ബജാജ് ഫിനാൻസ് ഒരു NBFC ആണ്. അവർ നേരിട്ടാണ് നമുക്ക് ആപ്പ് നമ്മുടെ കയ്യിലുള്ളത്, നേരിട്ടാണ് അവരുടെ ലൈസൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കത് ആ സെറ്റിങ്സിൽ അവരുടെ കോണ്ടാക്ട് അസ് പരിശോധിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അപ്പോൾ ഇത് നോക്കിക്കൊണ്ട് ഒരു ആപ്പ് ജെന്യുവൻ ആണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ
അതുപോലെ തന്നെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ആപ്പാണെങ്കിൽ അത് വളരെ കുറച്ച് കാലം മാത്രമേ പ്ലേ സ്റ്റോറിലുള്ളൂ. കാരണം അവർ എന്തെങ്കിലും ഒരു അൺലോഫുൾ ആയിട്ടുള്ള ഒരു കാര്യം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പ്ലേ സ്റ്റോർ അവരിൽ നിന്ന് നീക്കിയിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഈ പറയുന്ന ഒരു സ്കാം നടത്താൻ വേണ്ടിയിട്ട് അവർ വളരെയധികം സ്പീഡിലായിരിക്കും കാര്യങ്ങൾ ചെയ്യുക. അവരിതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ആപ്പ് ഡിസൈൻ ചെയ്തേക്കുന്നതിനൊരു അടുക്കും ചിട്ടിയും ഇല്ലാതെ ആയിരിക്കും. വളരെ ഗ്രാമാറ്റിക്കലായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ വളരെ തെറ്റായ രീതിയിലൊക്കെ ആയിരിക്കും അവർ കാര്യങ്ങൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു ലോൺ ആപ്പാണെന്ന്. പിന്നെ ഉള്ളത് നമുക്കറിയാം, നമുക്ക് ഒരിക്കലും ഒരാളും വെറുതെ കാശ് തരില്ല. അപ്പോൾ അവർ ആവശ്യപ്പെടുന്ന രേഖകൾ നമ്മുടെ ഒരു രേഖയും ആവശ്യപ്പെടാതെ ഒരാൾ ലോൺ തരാമെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തായാലും ഫേക്ക് ആയിരിക്കും. അപ്പോൾ നമ്മുടെ സാലറിയോ നമ്മളുടെ വരുമാന സ്രോതസ്സോ ഒന്നും ചോദിക്കാതെ നമുക്കൊരാൾ ഒരു 5 ലക്ഷം രൂപ ലോൺ തരുവാണെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ജെന്യുവൻ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആപ്പ് നമ്മൾ കാണുകയാണെങ്കിൽ അതിൻ്റെ പുറകെ ഒരിക്കലും പോകരുത്. അങ്ങനെ പോകുന്നവരുടെ ഉദ്ദേശം നമ്മളുടെ ഇൻഫർമേഷൻസ്, നമ്മുടെ ഫോണിലുള്ള ഇൻഫർമേഷൻസ് ഹാക്ക് ചെയ്യുക, അതുവഴി നമ്മളുടെ കയ്യിലുള്ള പണം തട്ടിയെടുക്കുക, നമ്മളെ ഭീഷണിപ്പെടുത്തുക, ഇങ്ങനെയുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ ഇതുപോലുള്ള ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നത്. ലോണല്ല, അതായത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ ഒരു മനോഭാവത്തെക്കുറിച്ചാണ്. ആൾക്കാർ പെട്ടെന്ന് എങ്ങനെയാണ് ഇവർക്കൊക്കെ അടിമപ്പെട്ടു പോകണമെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വന്നൊരു കേസ്. ഇൻസ്റ്റഗ്രാമിൽ അദ്ദേഹത്തിനൊരു ഫ്രണ്ട് റിക്വസ്റ്റ് വന്നു. ഒരു വിദേശ വനിതയാണ് DP-യിൽ കാണുന്നത്. അവർ വന്ന് വളരെയധികം സൗഹൃദമായിട്ട് സംസാരിച്ചു. എന്നിട്ട് അവർ ഈ പറഞ്ഞ പോലെ ഞാൻ ഇന്ന രാജ്യത്ത് ഈ ട്രേഡിംഗ് നടത്തുന്നതാണ്, ട്രേഡിംഗ് ഏജൻ്റാണ്, നിങ്ങൾ എനിക്ക് ഇത്ര പൈസ തന്നു കഴിഞ്ഞാൽ ഞാൻ മാസം ഇത്ര രൂപ നിങ്ങൾക്ക് തിരിച്ചു തരാം എന്നും പറഞ്ഞിട്ട് അവർ പൈസ ചോദിച്ചു. ഇയാൾ അതിൽ ഒരു പെട്ടെന്ന് ഒരു 2-3 ദിവസത്തിൻ്റെ ഗ്യാപ്പിലാണ് ഈ വിശ്വാസ്യത കയ്യിലെടുക്കുന്നത്. 2-3 ദിവസം മാത്രമേ ഇവർ തമ്മിലുള്ള ഒരു കോൺടാക്റ്റ് നടന്നിട്ടുള്ളൂ. അവർ അതിൽ വിശ്വസിച്ചുകൊണ്ട്, അപ്പോൾ അതിനു മുമ്പ് കുറേ കാര്യങ്ങൾ, പേഴ്സണലായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. എന്നിട്ട് ഒരു 25,000 രൂപ ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന പൈസയും അടുത്തുണ്ടായിരുന്ന ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് കടം മേടിച്ച് 25,000 രൂപ അത് അവർക്ക് അയച്ചു കൊടുത്തു. അത് വേറെ രാജ്യത്തേക്കാണെന്നെങ്കിലും ഓർക്കണം. എന്നിട്ട് ഇവർ ഏറ്റവും തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരത് കഴിഞ്ഞിട്ട് അവർക്ക് ഇൻസ്റ്റഗ്രാം ഹാക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെ ഇൻസ്റ്റഗ്രാം ഹാക്ക് ചെയ്തത്? അപ്പോൾ പുള്ളി പറഞ്ഞു, അതവർ ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പാസ്വേഡ് എടുത്ത് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും അറിവുള്ള ആൾക്കാരാണ്, MBA വരെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്, അവർക്ക് പോലും ഇതുപോലുള്ള അബദ്ധങ്ങൾ പറ്റാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ആരെയും നമ്മൾ വിശ്വസിക്കരുത്. ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം നോക്കണം. അതുപോലെ തന്നെ നമുക്ക് ആരും ഒരു കാലത്തും വെറുതെ പൈസ തരാൻ പോണില്ല. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ നമ്മളെ പറ്റിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ഉണ്ട്. ഇപ്പോൾ അംബാനി നമുക്കെല്ലാവർക്കും പൈസ തരുന്നെന്നും പറഞ്ഞിട്ട് വീഡിയോ കഴിഞ്ഞ ദിവസം കുറെ പ്രചരിച്ചിരുന്നു. അതായത് റിലയൻസ് ഇതുപോലെ ലോൺ കൊടുക്കുന്നു, വളരെയധികം ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ കൊടുക്കുന്നു. അങ്ങനെയുള്ളതൊന്നും ഇല്ല. അങ്ങനെയുള്ളതൊന്നും ഓൺലൈൻ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് നമ്മൾ അതിലൊന്നും പോകരുത്. ആ ലിങ്കിലൊന്നും ഒരിക്കലും ക്ലിക്ക് ചെയ്യരുത്. അത് നമ്മൾ അങ്ങനത്തെ ഒരു യുഗത്തിലാണ് നമ്മൾ നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഫോണിലേക്ക് വന്നൊരു മെസ്സേജ് എന്ന് വെച്ചാൽ മെസ്സി ഇവിടെ കേരളത്തിൽ വന്നിട്ട് വള്ളം തുഴഞ്ഞു പോകുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കാലം എത്രത്തോളം മാറി, നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യത്തെ വിശ്വസിക്കുന്നത്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പല പ്രാവശ്യം ഒരു കാര്യം വെരിഫൈ ചെയ്തിട്ട് മാത്രമേ ഇതുപോലുള്ള ഒരു ലോൺ ആപ്പുകൾ അതുമായിട്ട് ഇടപാടുകൾ നടത്താൻ പാടുള്ളൂ. അത് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ ലോൺ ആപ്പിൽ നിന്നും ഉള്ള പ്രതിസന്ധികൾ നേരിടുന്ന ഏറ്റവും അത്യാവശ്യം. ഈ ലോൺ ആപ്പിൻ്റെ മറ്റൊരു പ്രശ്നമാണ് നമ്മുടെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യപ്പെടുക എന്നുള്ളത്. എന്ന് വെച്ചാൽ KYC ആഡ് ചെയ്യണമല്ലോ. അപ്പോൾ KYC ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ പാൻ കാർഡും ആധാർ കാർഡൊക്കെ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുമ്പോൾ പിന്നീട് നമ്മുടെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യപ്പെടുകയാണ്. അപ്പം ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് നിയമപരമായിട്ട് അതിനെ നേരിടാൻ പറ്റുന്നത്? ആദ്യമായിട്ട് തന്നെ പറയട്ടെ, ഇത് ഹാക്കിംഗ് അല്ല. നമ്മൾ ഈ ലോൺ ആപ്പ് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ തന്നെ അവർ നമ്മുടെ അടുത്ത് നിന്ന് കുറേ പെർമിഷൻസ് നമ്മൾ അലോ എന്നും പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട്. അപ്പം നമ്മളത് എന്താണെന്നോ ഒന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇവർ അതിൽ നിന്നും ഒബ്റ്റെയിൻ ചെയ്യുന്ന ആക്സസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോൺടാക്റ്റ് ആക്സസ് ചെയ്യാനുള്ള പെർമിഷനാണ് അവർ ചോദിക്കുന്നത്. നമ്മളത് അലോ ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് അതിനുള്ള അത് ആക്സസ് ചെയ്യാനുള്ള ലിങ്ക് അവർക്ക് കിട്ടുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗാലറി ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ, നമ്മുടെ ഫോണിലെ മറ്റ് ഇൻഫർമേഷൻസ് ചോർത്താനുള്ള പല പെർമിഷൻസും
അവർ ഒപ്റ്റെയിൻ ചെയ്യാറുണ്ട്. അപ്പം നമ്മളതിനെക്കുറിച്ച് പെട്ടെന്ന് ശ്രദ്ധിക്കാണ്ട് എല്ലാം കണ്ണും പൂട്ടി നമ്മൾ അലവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒളിഞ്ഞിരിക്കുന്ന ഇതിൻ്റെ ആ ഒരു ഭീഷണി നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇതുപോലെ ലോൺ ആപ്പുകൾ മാത്രമല്ല, ഇപ്പോൾ സാധാരണ ഒരു ടോർച്ച് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനും ചിലപ്പോൾ നമ്മുടെ ഗാലറിയുടെ പെർമിഷനൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് തന്നെ അത് ഡിനേ ചെയ്തു പോകണം. അപ്പോൾ മറ്റേ ലൊക്കേഷൻ്റെ പെർമിഷൻ, ഇതെല്ലാം നമ്മൾ ആവശ്യമില്ലാത്ത ഒരു ആപ്പിന് നമ്മൾ പെർമിഷൻ കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെയാണ് നമ്മൾ ഹാക്ക് ചെയ്യപ്പെടുന്നത്. ഇനി ഇതുപോലെ ലോൺ ആപ്പുകൾ ഈ പെർമിഷൻസ് എല്ലാം മേടിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആധാർ കാർഡിൻ്റെ കോപ്പി, പാൻ കാർഡിൻ്റെ കോപ്പി, നമ്മുടെ ഫോട്ടോ, ഇത്രയാണ് നമ്മുടെ കയ്യിൽ നിന്ന് സാധാരണയായിട്ട് മേടിക്കാറ്. ലോൺ മുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ഒരു റിക്കവറി മോഡാണ്. ആദ്യം അവർ വിളിച്ച് ഭീഷണിപ്പെടുത്തും. അതിനുശേഷം നമ്മളുടെ കോണ്ടാക്ട്സിലേക്ക് ഈ ആധാർ കാർഡും പാൻ കാർഡും എല്ലാം ഉൾപ്പെടെ ഒരു ഫേക്കായിട്ടുള്ള ഒരു മെസ്സേജ് അവർ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് വളരെ അശ്ലീലവും വളരെ മോശപ്പെട്ടമായ രീതിയിൽ മെസ്സേജുകൾ ഡ്രാഫ്റ്റ് ചെയ്തിട്ട് നമ്മുടെ കോണ്ടാക്ട്സിൽ തന്നെയുള്ള ബാക്കി ആളുകളിലേക്ക് ഈ മെസ്സേജ് അയക്കുന്ന ഒരു രീതിയാണ്. അതുവഴി നമുക്ക് വളരെയധികം മാനഹാനിയും ക്യാരക്ടർ അസാസിനേഷനും ഹരാസ്മെൻറ്റും നമ്മൾ ഇവരിൽ നിന്നും നേരിടേണ്ടി വരും. അപ്പോൾ ഇതിനെല്ലാം നിയന്ത്രിക്കാനായിട്ട് RBI ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട്. ഇതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും അവർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നിയമസഹായം ലഭിക്കും. ഈ RBI ഗൈഡ് ലൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോസ് ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അത് വേറൊരു തരത്തിൽ മോർഫ് ചെയ്തിട്ടോ അശ്ലീലമായിട്ടോ ചിത്രീകരിക്കാൻ അവർക്ക് അധികാരമില്ല. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ക്രിമിനൽ ഒഫൻസ് ആണ്. അത് ഒരു സൈബർ ക്രൈമാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സൈബർ പോലീസിന് കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായി നമ്മൾ അതിനുള്ള രേഖകളും നമുക്ക് അവർ ഹാക്ക് ചെയ്ത മോർഫ് ചെയ്ത ഫോട്ടോസും എല്ലാമായിട്ട് സൈബർ പോലീസിനെ സമീപിച്ചു കഴിഞ്ഞാൽ അവർക്ക് കേസെടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഈ RBI ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 7 മണിക്കുള്ളിലാണ് അവർ ഫോൺ ചെയ്ത് നമ്മുടെ അടുത്ത് പൈസ ചോദിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലേക്ക് ഇവർക്ക് ഈ റിക്കവറി ഏജൻസിന് വരാം, അത് നിയമപരമാണ്. അപ്പോൾ അത് വന്നെങ്കിൽ രാവിലെ 7 മണിക്കും വൈകുന്നേരം 7 മണിക്കും ഇടയിൽ മാത്രമേ വരാൻ പാടുള്ളൂ. നമ്മളൊരു തരത്തിൽ ഹരാസ് ചെയ്യാൻ പാടില്ല എന്ന് ഗൈഡ് ലൈൻസിലുണ്ട്. പക്ഷെ എന്തായാലും അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കൂടായിട്ടായിരിക്കും അവർ സംസാരിക്കുക, നമ്മുടെ അടുത്ത് കാശെടുക്കുക എന്നുള്ള രീതിയിലായിരിക്കും സംസാരിക്കുക. പക്ഷെ അവിടെ ഒരു RBIയുടെ ഒരു ഗൈഡ് ലൈൻസ് അവർ പാലിക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ ഒരുപാട് ആ ഒരു പരിധി വിട്ട് നമ്മളെ ഹ്യൂമിലിയേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നിയമസഹായം ലഭിക്കും. ഇതുമായിട്ട് നേരിട്ട് ബന്ധമില്ലെങ്കിലും ഈ അടുത്തൊരു വിധി വന്നിട്ടുണ്ട്. ജസ്റ്റിസ് മുരളി പുരുഷോത്തമൻ സാറിൻ്റെ ഒരു വിധി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. അതായത് ഇവിടുത്തെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അവിടുത്തെ ലോൺ ഡീഫോൾട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ എല്ലാം ഫോട്ടോസും അവരുടെ അഡ്രസ്സും അവർ ഡ്യൂസ് വരുത്തിയിട്ടുള്ള എമൗണ്ടും പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു ഫ്ലെക്സ് വെച്ചു. അപ്പോൾ അതിന് അവർ ചലഞ്ച് ചെയ്തു. അവർ രജിസ്ട്രാർക്ക് കംപ്ലയിൻറ്റ് കൊടുത്തു. അപ്പോൾ രജിസ്ട്രാർ പറഞ്ഞു അങ്ങനെ പരസ്യപ്പെടുത്താനായിട്ട് പാടില്ല. അപ്പോൾ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി റൂൾസ് 81 പ്രകാരം പ്രത്യേകം ചട്ടമുണ്ട്. അതായത് പണ്ടത്തെ ഒരു നടപടിക്രമമാണ് ബീറ്റ് ഓഫ് ടോം എന്ന് പറയുന്നത്. അതായത് പണ്ടുള്ള ആൾക്കാർ ഇതുപോലെ ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ അവരുടെ പേരും അഡ്രസ്സും ഇതുപോലത്തെ എമൗണ്ടും എല്ലാം പൊതുസ്ഥലത്ത് വെച്ച് വെളിപ്പെടുത്തിക്കൊണ്ട് മറ്റ് പെരുമ്പറ മുഴക്കുന്ന ഒരു നടപടിക്രമം പണ്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചട്ടപ്രകാരം തന്നെയാണ് ഇന്നും സൊസൈറ്റി ഫോളോ ചെയ്തിട്ട് നമ്മളുടെ ഡീഫോൾട്ട് ലോണേഴ്സിന് അവരുടെ ഡീറ്റെയിൽസ് ആ സൊസൈറ്റിയുടെ തന്നെ നോട്ടീസ് ബോർഡിൽ പതിപ്പിക്കുകയും ഇതുപോലെ ഫ്ലെക്സ് വെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വന്നിട്ടുണ്ട്. അത് തെറ്റാണെന്നും അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മൗലിക അവകാശം, അതായത് ആർട്ടിക്കിൾ 21 പ്രകാരം നമ്മളുടെ ജീവിക്കാനുള്ള അവകാശത്തെ ഹനിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയാണതെന്നും അത് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇവിടെയും പ്രാവർത്തികമാണ്. ഇതുപോലുള്ള ലോൺ ആപ്പുകൾ ഇങ്ങനെ ചെയ്യുന്നതും ഈ നിയമത്തിനെതിരെ തന്നെയാണ്. നമ്മളുടെ പ്രൈവസിയെ ഇതുപോലെ ഹ്യൂമിലിയേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് അധികാരമില്ല. അപ്പോൾ അതിനെ തടയപ്പെടേണ്ടത് ശരിക്കും നിയമമുണ്ട്. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിരയാക്കപ്പെടുന്നത് സ്വാഭാവികമായിട്ടും വളരെ പാവപ്പെട്ട ആൾക്കാരായിരിക്കും. അവർ ഈ പറയുന്ന നിയമത്തെക്കുറിച്ച് അറിവുണ്ടാവില്ല. നിയമത്തെക്കുറിച്ച് അറിവുണ്ടായാൽ തന്നെ അവരത് നടത്തിയെടുക്കാനായിട്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇതിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വളരെ ദൂരെയായിരിക്കും. ഒന്നില്ലെങ്കിൽ ഇവിടെ പ്രവർത്തിക്കുന്ന ലോൺ ആപ്പിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ഡൽഹിയിലോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലോ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് സൈൻ ചെയ്യുന്ന സമയത്ത് അവരതിലൊരു ക്ലോസ് വെച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അത് ഹെഡ് ഓഫീസിൻ്റെ ജൂറിസ്ഡിക്ഷനുള്ള കോടതിയിലായിരിക്കണം തീർപ്പ് കൽപ്പിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു ക്രിമിനൽ പരമായിട്ടുള്ള കുറ്റങ്ങൾ ഇതിൽ പെടില്ല. സിവിൽ പരമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചലഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ
അവരുടെ സ്ഥലത്ത് പോയിട്ട് ആണ് നമുക്ക് കേസ് നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ അത് ശരിക്കും നമുക്കൊരു ബാധ്യതയാണ്. നമ്മളെപ്പോലുള്ള ഒരു സാധാരണക്കാർക്ക് നമുക്ക് ഇതുപോലെ ഒരു കേസ് നടത്താൻ വേണ്ടി ഡൽഹിയിൽ പോകാനോ അവിടുത്തെ ഒരു വക്കീലിനെ അഫോർഡ് ചെയ്യാനോ ഒക്കെ സാധാരണക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവരത് അനുഭവിച്ച് തീർക്കുക എന്നുള്ളതാണ് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. MyFin TV. Download the app now.